Hello friends, എല്ലാവർക്കും ഹോം ആൻഡ് മീ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കിയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി ഞാനൊരു വ്ളോഗ് ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വ്ളോഗ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ചല്ല, അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് തിരക്കൊന്നും ഇല്ലാത്ത ദിവസം ട്രൈ ചെയ്യുന്നതാവും നല്ലതെന്ന്. ഇന്നലെ പിന്നെ അറിയാലോ വിഷുവിൻ്റെ ദിവസം എങ്ങനെയാണെന്നുള്ളത് അറിയാലോ നിങ്ങൾക്ക്. നല്ല തിരക്കുണ്ടാവും, നല്ല സദ്യ ഉണ്ടാക്കേണ്ടതും പിന്നെ വിഷു കണി ഒരുക്കേണ്ടതും പിന്നെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി ആയിട്ട് ഫുൾ തിരക്കിലായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഞാൻ വിഷു കണി എങ്ങനെയാണ് ഞങ്ങൾ ഒരുക്കിയത് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പല പല സ്ഥലത്തുനിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് പിന്നെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്, അതായത് സ്വപ്ന ചേച്ചീൻ്റെ സ്വപ്നാസ് ഫുഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ലേ ഒരു വിഷു കണീൻ്റെ വീഡിയോ. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ കുറച്ച് ഞാൻ വിളക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടാകുമ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, അജയ് ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് പിന്നെ പൂജാരിമാരുടെ അടുത്ത് ഞാൻ ചോദിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഞാൻ തന്നെ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മളെ പിന്നെ അമ്മമ്മമാരുടെയൊക്കെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങളും ഞാൻ പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഈ വിഷുക്കണി തയ്യാറാക്കിയത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ആൻഡ് പിന്നെ എന്താ പറയുക, എന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒബ്വിയസ്ലി എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. ഇങ്ങനെ ഓരോന്ന് പിന്നെ ഓരോ സമയത്ത് ഓരോ സ്റ്റേജിൽ ഓരോന്ന് പഠിച്ച് വരുന്നതല്ലേ. അപ്പോൾ അത്രയല്ലോ, നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ വിഷുക്കണി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കോമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ വർഷത്തെ വിഷുക്കണി ഞങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് കണിയൊരുക്കാൻ തുടങ്ങാം അല്ലേ. ആദ്യം വേണ്ടുന്നത് നല്ലൊരു ഐശ്വര്യമുള്ള കൃഷ്ണ വിഗ്രഹമാണ്. കൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അണിയിച്ച് ഒരുക്കണം. ഇപ്പോൾ ഈ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ഓൾറെഡി പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മയിൽപ്പീലി മാറ്റി, പിന്നെ കമ്മൽ മാറ്റി. അത്രമാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ, കാരണം അധികം സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു മുല്ലപ്പൂ മാല അണിയിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റ് സാരിയിൽ ഇങ്ങനെ കുറച്ച് പൂമാലകൾ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യണ്ടൂ, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പം. ഇനി നമുക്ക് ഉരുളി റെഡിയാക്കാം. വെള്ളോട്ട് ഉരുളിയിലാണ് കണി വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഈ ഉരുളി മാത്രമേ ഉള്ളൂ. ഇത് ചെറിയൊരു ഉരുളിയാണ്. ഇതിൽ പകുതിയോളം ഞാൻ ഉണക്കലരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കലരി ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് അരി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ലേശം കൊന്നപ്പൂവിൻ്റെ ഇതള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര പോലെ കൊന്നപ്പൂ കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് ഇവിടെ. ഈ കൊന്നപ്പൂ ഞാൻ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചക്ക, മാങ്ങ, തേങ്ങ, വെള്ളരിക്ക, പിന്നെ ബാക്കി പച്ചക്കറികൾ, ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ പിന്നെ ഉരുളിയിൽ തന്നെയാണ് വെക്കാറ്. പക്ഷേ എൻ്റെ കയ്യിൽ കുഞ്ഞുരുളി ആയതുകൊണ്ട് പിന്നെ എനിക്ക് എത്ര സാധനങ്ങളാണ് ഇതിൽ വെക്കാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അത്ര പോലെ വെക്കും. പിന്നെ ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാനിവിടെ ഒരു കുഞ്ഞു പറയിൽ നെല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരിയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു പറയിൽ പിന്നെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ നെല്ല്. ഇനി ഞാനിവിടെ ഒരു തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സൈഡിലൊക്കെ തേങ്ങ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുക്കുക ചെയ്യാറ്. ചില സൈഡിലൊക്കെ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ തിരിയിട്ട് കത്തിക്കും, അല്ലെങ്കിൽ അതിൽ കോയിൻസ് ഇട്ട് വെക്കും. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. ഞാനിവിടെ മുഴുവനായിട്ടുള്ള തേങ്ങ തന്നെയാണ് വെക്കുന്നത്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ തന്നെയാണ് കണ്ട് വളർന്നിട്ടുള്ളത്. ഓക്കെ, ഒരു കണിവെള്ളരി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ഇതിലൊരു പഴുത്ത മാങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ ഇഷ്ടഭക്ഷണമാണ്. പിന്നെ കുറച്ച് കദളിപ്പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കദളിപ്പഴം, അതുകൊണ്ടാണ് അതിൽ വെച്ച് കൊടുത്തത്. പിന്നെ ഇതിൽ ചക്കയും വെച്ച് കൊടുക്കേണ്ടതാണ്. ഗണപതിൻ്റെ ഇഷ്ടഭക്ഷണമായ ചക്ക വെച്ച് കൊടുക്കേണ്ടതാണ്. പക്ഷേ
ഇതിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഒരു വാൽക്കണ്ണാടി വെക്കും. 6 മുള കണ്ണാടിയാണ് വെക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ ഇല്ലു. ഈ വാൽക്കണ്ണാടി തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യം പിന്നെ കണിയൊരുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. വാൽക്കണ്ണാടി ഭഗവതിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഭഗവതീൻ്റെ സ്ഥാനമാണ് ഈ വാൽക്കണ്ണാടിക്ക്. അപ്പോൾ വാൽക്കണ്ണാടീൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ തിരുവുടലാട എൻ്റെ കയ്യിലില്ലതും കൊണ്ട് ഞാനത് ചാർത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഭംഗിയും ഉണ്ടാവും, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഉരുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളിയിൽ ഇനി ഒന്നും വെക്കാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി എൻ്റെ കയ്യിലുള്ളത് കുഞ്ഞൊരു ചക്കയാണ്. ചക്ക അത്ര നല്ല ചക്കയൊന്നും അല്ല എനിക്ക് കിട്ടിയത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇല്ലതുകൊണ്ട് ഓണം പോലെ എന്ന് പറയൂലേ, അതേപോലെ പിന്നെ എൻ്റെ കയ്യിലുള്ള ചക്ക ഇതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ ഇതിൽ വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ, ആപ്പിൾ, മസ്ക് മെലൺ, പോമഗ്രാനൈറ്റ്, ഗ്രേപ്സ്, ഇതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങളെ കയ്യിലുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ വെക്കാം. ഞാൻ സാധാരണ വെജിറ്റബിൾസ് വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഞാൻ ഇവിടെ ഒരു കുഞ്ഞു കിണ്ടിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞ് ബൗളിൽ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഈ വെള്ളം കൊണ്ട് കണ്ണിൽ തൊട്ടിട്ട് വേണം പിന്നെ നമ്മൾ കണി കാണാനായിട്ട്. അപ്പോൾ കിണ്ടിയിലാണ് നിങ്ങൾ വെള്ളം നിറക്കുന്നതെങ്കിൽ ഈ കിണ്ടീൻ്റെ വാലില്ലേ, ഈ വാല് സൗത്തിലേക്ക് വെച്ചുകൂടാ, അതായത് പിന്നെ തെക്കോട്ട് വെച്ചുകൂടാ, ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ നോർത്തിലേക്കോ വെക്കാട്ടോ. പിന്നെ ഞാനിവിടെ ഒരു താലത്തിൽ രാമായണം വെച്ചിട്ടുണ്ട്. ഗ്രന്ഥക്കെട്ടാണ് വെക്കേണ്ടത്, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഗ്രന്ഥക്കെട്ട് ഇടുന്ന കിട്ടുക, അതുകൊണ്ട് രാമായണം വെച്ചു. ഭഗവത്ഗീതയോ അല്ലെങ്കിൽ പിന്നെ ദേവി മഹാത്മ്യോ ഏതാ ബുക്കില്ലത് നിങ്ങളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അത് വെച്ചോളൂ. പിന്നെ ഞാനൊരു കോടി മുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പുതിയ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ശുഭ്ര വസ്ത്രമാണ് വേണ്ടത്, അതായത് വൃത്തിയില്ല മുണ്ടാണ് വേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉണക്കലരി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാകുമ്പോൾ പിന്നെ സ്വർണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മാലയാണ് വെച്ച് കൊടുത്തത്. വലിയ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളീൻ്റെ 2 കമ്മൽ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു സിന്ദൂരച്ചപ്പ് നിറയെ സിന്ദൂരം വെച്ചിട്ടുണ്ട്. പിന്നെ കൺമഷിക്കൂട്. ഇപ്പോൾ സിന്ദൂരച്ചപ്പ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്, കാരണം സിന്ദൂരം ഈ പിന്നെ കോടിമുണ്ടിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ വെറ്റില, 3 വെറ്റില, 2 അടക്ക, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കോയിൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കോയിൻസ് തന്നെയാണ് യൂസ് ചെയ്യാറ്, നോട്ട് വെക്കാറില്ല കേട്ടോ. നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വിളക്ക് റെഡിയാക്കി എടുക്കാം. വിളക്ക് നന്നായിട്ട് വൃത്തിയിൽ പിന്നെ കഴുകിയിട്ട് തുടച്ച് ഉണക്കി വെച്ചിട്ടുള്ളതായിരിക്കണം. ഇതിലേക്ക് നമുക്ക് തിരിയിട്ട് കൊടുക്കണം. 5 തിരിയിലെ വിളക്കാണ് കത്തിക്കേണ്ടത്. 5 തിരിയിൽ ഇട്ട വിളക്കാണ് സാധാരണ പൂജകൾക്കും പിന്നെ ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾക്കും കത്തിക്കുന്നത്. 5 തിരിയിട്ട വിളക്കാണ്. അപ്പോൾ 5 തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ വെസ്റ്റിലോട്ട്, അതായത് ഒന്ന് പടിഞ്ഞാറോട്ട്, പിന്നെ ഒന്ന് ഈസ്റ്റിലോട്ട്, അതായത് കിഴക്കോട്ട്, പിന്നെ ഒന്ന് നോർത്തിലേക്ക്, അതായത് വടക്കോട്ട്, പിന്നെ ഒന്ന് തെക്കോട്ട്, അതായത് സൗത്തിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ 5ാമത്തെ തിരി വെച്ച് കൊടുക്കേണ്ടത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈശാന മൂല എന്നൊക്കെ പറയില്ലേ, അവിടോട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഒഴിച്ച് വെക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വിളക്ക് റെഡിയാക്കി വെക്കേണ്ടത്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ധാന്യങ്ങൾ വെച്ചിട്ടുണ്ട്. 9 തരം ധാന്യങ്ങളാണ് ഞാൻ എല്ലാ വർഷവും വെക്കാറ്. നിങ്ങൾ 9 തരം തന്നെ വെക്കണമെന്നില്ല. വിഷു ഇങ്ങനെ കാർഷികോത്സവമാണല്ലോ, അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കണി വെച്ചിട്ടുള്ള വിത്തുകൾ കൊണ്ടുപോയിട്ട് അവർ പാടത്ത് വെതറിയിട്ട് അതാണ് അത്ര പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കൃഷിക്ക് അവർ യൂസ് ചെയ്യാറ്. പിന്നെ ഇവിടെ ഞാൻ ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ സൈഡിൽ, കാരണം ഉണ്ണിയപ്പവും പിന്നെ കുറച്ച് അരിയും ലേശം പൂവും എടുത്തിട്ടാണ് പിന്നെ കൈനീട്ടം കൊടുക്കാറ്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഞാൻ ആ കോടിമുണ്ടിലേക്ക് ഒരു ലേശം വെള്ള പുഷ്പം വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ മുല്ലപ്പൂവാണ് വെച്ചിട്ടുള്ളത്. ഏത് വെള്ള പുഷ്പമായാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യവും ഞാൻ മുല്ലപ്പൂ തന്നെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ അതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കണി ഒരുക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറഞ്ഞുതരൂ. അപ്പോൾ ഇതാണ് നമ്മളെ കണി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
കണ്ടല്ലോ എങ്ങനെയാണ് നമ്മുടെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നാണ് പായസമേളേൻ്റെ ആൻസേഴ്സ് തരാനില്ല ലാസ്റ്റ് ദിവസം. അപ്പോൾ ആൻസേഴ്സ് തന്നിട്ടില്ലാത്തവർ വേഗം ആൻസേഴ്സ് തരൂ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ പായസമേള എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഒരു കുട്ടി എനിക്ക് പിന്നെ എന്താ പറയുക, പായസമേളേൻ്റെ പിന്നെ ആൻസേഴ്സിൻ്റെ കൂടെ ഈ പിന്നെ അവൾ ഓരോ റെസിപ്പീൻ്റെയും ഓരോ വീഡിയോൻ്റെയും പിന്നെ ഓരോ വീഡിയോയും ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ടിട്ടാകുമ്പോൾ. കാരണം അത്രയും സിൻസിയറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താ പലരും അങ്ങനെ സിൻസിയറായിട്ട് ചെയ്യാറില്ല ഒരു കാര്യവും. അപ്പോൾ സിൻസിയറായിട്ട് നമ്മളെ കാര്യം ചെയ്യുക, റിസൾട്ട്സ് എന്തായാലും കിട്ടും. ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തായാലും കിട്ടും. അപ്പോൾ അതാണ് നമ്മളെ വിഷു മെസ്സേജ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും പായസമേളയിൽ പങ്കെടുക്കുക. അതിൻ്റെ റിസൾട്ട്സ് ഞാൻ അനൗൺസ് ചെയ്യുന്നത് 21st പിന്നെ അതിൻ്റെ ഗിഫ്റ്റ് ഞാൻ അന്ന് തന്നെ കാണിച്ചു തരാം. കാരണം ഇനിയും റെഡി ആയിട്ടില്ല സംഭവം. റെഡി ആകുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി കാണിച്ചു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ സ്ഥിരം പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. പിന്നെ 2-3 പേര് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഓപ്ഷൻസ് കിട്ടും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി വിഷു. ആൻഡ് ഈ വർഷം മൊത്തം നിങ്ങൾക്ക് നല്ല ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.